ഹൈ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സമാന പദങ്ങളാണ്. സമാന പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഇന്നുള്ളത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ പക്ഷികളെക്കുറിച്ചാണ് നോക്കിയത്. പക്ഷികൾ കുറച്ച് നമുക്കറിയാവുന്ന കുറച്ച് പക്ഷികളുടെ പര്യായ പദങ്ങളായിരുന്നു. പക്ഷേ അടുത്ത ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് മൃഗങ്ങളുടെ പര്യായ പദങ്ങളാണ് നോക്കുന്നത്. അതിലാദ്യം സിംഹം. കേസരി, പഞ്ചാസ്യൻ, ചിത്രകം, ആളി, കണ്ടീരവൻ, ആളരി, ഇഭാരി, ശൈലേയം, സാരംഗം. അടുത്തത് ആന. കരി, ഗജം, കളഭം, കുംഭി, വാരണം, ദന്തി, ഹസ്തി, ദ്വരദം, ദ്വീപം, കഞ്ചരം, ഇംഭം, പത്വി, മാതംഗം, മരാളം, രതി, സാമജം, സിന്ദൂരം, അസുരം, കബി. ഇത്രയും പര്യായ പദങ്ങളാണ് ആനയ്ക്കുള്ളത്. പെരുമ്പാമ്പ്. അജഗരം, വാഹസം, ശയു, ഗോനസി, ശീലം, ശീനം, പാരീന്ദ്രൻ, തിലിക്സം, ഉലൂതം. അടുത്തത് സർപ്പം. അഹി, ചക്ഷുശ്രവണൻ, ഉരകം, ഫണി, പന്നകം, തിജിഹ്വം, കഞ്ചൂകം, കാകോദരം, ചക്രി, പുഷ്കരം, ഗോകർണം, വ്യാളം. എലി. അഘു, മൂഷികൻ, കന്ദരു, ഉന്തരു, അഘനികൻ, വജ്രദശനൻ. വജ്രദശനൻ എന്ന് പറഞ്ഞാൽ വജ്രത്തിൻ്റെ അത്രയും കട്ടിയുള്ള പല്ലുള്ളവൻ എന്നാണ്. ഘനകൻ, മൃഗം, പരദ്വജൻ, കാജികം, തുട്ടമം, ബലേശ്വരൻ. അടുത്തത് ആട്. അജം, മേഷം, മേധം, മേധ്യം, മേഹം, ലംബകർണൻ. ആമ. കൂർമ്മം, വൃത്തം, മാഷാദം, മഹകം, പഞ്ചകുടം, കമഠം, കച്ചപം, ദൗലേയം, ക്രൗഡപാദം. ഉടുമ്പ്. ഗൗദേരം, ഗൗദേയം, ഗോദ, ഗോദികാത്മജം, ഗൗദാരം, വിലേശം, മുസലിക, പൂജയം, ഗേദി. ഉറുമ്പ്. പിപീലിക, വൽമി, വമ്രം, വമ്രി, ഉറവി, പിപീലി. അടുത്തത് കുറുക്കൻ. ഊളൻ, കുറുനരി, ജംബൂകം, ഗോമായുസ്രജാലം, സാളാവ്യകം, കോഷ്ടാവ്. എട്ടുകാലി. ശലകം, അഷ്ടപദം, ഊർണനാഭം, മർക്കടകം, ഉൽപാദകൻ, ലൂത. കാള. ഋഷഭം, വൃഷം, ഉക്ഷം, ഭദ്രം, ബലീവർദ്ധം, വൃഷഭം, സൗരഭേയം, അനദ്വാൻ. എരുമ. കാരി, മഹിഷി, സിപ്ര. അടുത്തത് ഒട്ടകം. മരുപ്രിയം. ധൂമകം. കലാസാശം, രവണം, കണ്ടകാശനം, മഹാഗ്രീവം, മയം, ജവി, ഉഷ്ടം, ഭപ്രു, ഭോലി, കണ്ടീലം. ഓന്ത്. പ്രതിസൂര്യകം, വൃത്തിസ്തം, കൃകലാസം, സരടം, വേദാരം, ചാകന്തി, മുസലിക. അടുത്തത് കടുവ. ശാർദൂലം, നരി, വ്രാഘ്രം, ദ്വീപി. കുരങ്ങ്. കബി, മർക്കടം, വലിമുഖം, വാനരം, പ്ലവംഗം, കീശം, പാവകം, ബലിമുഖൻ, ശലാവൃഗം. ഇതിൽ പലതും നമുക്ക് കേൾക്കാത്തതും കുറച്ച് കട്ടിയുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ എഴുതി അല്ലെങ്കിൽ പഠിച്ചേ പറ്റൂ. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും വരുന്നത്. കരടി. അച്ഛം, ബാലുകം, വൃഷം, ഭല്ലൂകം, ഭല്ലം. പിടിയാന. കരിണി, ധേനുക, കരേണു, വശ, വസിത. കരിമീൻ. ശഫരി, പ്രോഷ്ടി, കരുമത്സ്യം. ഞണ്ട്. കർക്കടകം, കർക്കടം, കുളീരം, മുഖാസ്ത്രം, കലിരം, ബഹുകം, കരകുടം. അടുത്തത് കഴുത. ഗർദഭം, ഖരം, ചക്രീവാൻ, ധൂസരം, ദസ്രം, രാസഭം, ഭാലേയം. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പലതും നമുക്ക് കേൾക്കാത്തതും പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നറിയാം. പക്ഷേ ഇത് നമ്മൾ എഴുതി പഠിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇന്നത്തേലും ഷോർട്സിൽ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ചിലതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഇന്നതിൻ്റെ പര്യായപദം എന്ന് ചോദിക്കുമ്പോൾ 2 എണ്ണം കൊടുക്കും. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഒരെണ്ണമൊക്കെ ശരിക്കും പര്യായപദമായിരിക്കും. അത് നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷനാവും. പക്ഷേ ഒരെണ്ണം വേറെ ഏതിൻ്റെ ആയിരിക്കും. അങ്ങനെ എന്നിട്ടാണ് കഴിഞ്ഞ ഷോർട്സിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രമാണ് ഇത് കറക്റ്റ് കിട്ടുള്ളൂ.